ഓവൻ ഇല്ലാതെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടൂട്ടി ഫ്രൂട്ടി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ കേക്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് ഒരു വലിയൊരു ബൗളിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം കേട്ടോ എടുക്കേണ്ടത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് 1/4 കപ്പ് കാണും. അത് കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഓയിൽ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആദ്യം ഓയിൽ ചേർത്ത് കൊടുക്കരുത്. എഗ്ഗ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിവിടെ ബട്ടർ എടുത്തിട്ടുള്ളത്. പിന്നെ ബീറ്റർ തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ പഞ്ചസാരയും ഈ ബട്ടറും കൂടി നല്ലൊരു ക്രീമി പരുവത്തിൽ ആയി കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ വിസ്ക് കൊണ്ട് നന്നായിട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ വാനില എസൻസോ അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസോ ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ഒന്ന് ചെയ്തെടുത്താൽ മതി. ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 3 മുട്ടയാണ്. അപ്പോൾ 3 മുട്ടയും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം ഒന്ന് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം അടുത്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വിസ്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് സമയം ബീറ്റ് ചെയ്തിട്ട് ഏറിയാൽ 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 3 എഗ്ഗും ചേർത്തിട്ട് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഒരേ സമയം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടില്ലാതെ നന്നായിട്ട് തന്നെ ഞാനിവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മൈദ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിത് ബാറ്ററിലേക്ക് ചേർക്കുന്ന സമയത്ത് മുഴുവനായിട്ട് അടിയിലേക്ക് പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ മൈദയിൽ മിക്സ് ചെയ്തെടുത്ത ടൂട്ടി ഫ്രൂട്ടി ഇതിലേക്ക് ചേർത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം ചെയ്യരുത് കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനൊരു ലോഫ് പാൻ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഓയിലൊക്കെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് മൈദ ഇട്ട് കൊടുത്തിട്ട് ഡസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവനുണ്ടെങ്കിൽ അതിൽ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ശേഷം 30 to 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അവനില്ലാത്തവരാണെങ്കിൽ ഇതേപോലെ ഒരു പഴയൊരു പാനോ സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു റിങ് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിടാം. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ പതുക്കെ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 40 to 45 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനിടയ്ക്കൊന്നും നിങ്ങൾ തുറന്ന് നോക്കരുത്. ഏകദേശം ഒരു 30 മിനിറ്റ്സ് 35 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടോയെന്ന് ആ സമയത്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പം ഞാനിവിടെ 45 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ സ്റ്റിക്കിലൊന്നും പറ്റി പിടിച്ചിട്ടേ ഇല്ല. ഞാനൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകൾ ഭാഗം ഒന്നും ബേക്കായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിനെടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഒരു കത്തിയോ ഒരു സ്പൂണറ്റോ ഉപയോഗിച്ചിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ വിടിയിച്ച് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ കേക്കിൻ്റെ അടിഭാഗം ഒന്നും ഒട്ടും തന്നെ കരിഞ്ഞു പോയി ഒന്നും ആയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്താൽ മതി. എന്നാലേ നമുക്കിത് പൊടിയാതെ കിട്ടുള്ളൂ. ചെറിയൊരു ചൂടുണ്ട്. ആ ചെറിയൊരു ചൂടോട് കൂടിയിട്ടാണ് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ടൂട്ടി ഫ്രൂട്ടി ഒന്നും കംപ്ലീറ്റ് താഴേക്കൊന്നും പോയിട്ടേ ഇല്ല.
എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ട്യൂട്ടി ഫ്രൂട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ മൈദ ഇട്ടിട്ടൊന്ന് കുഴച്ചെടുത്തില്ല, അതുകൊണ്ടാണ് അത് താഴേക്ക് പോവാതിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററും കുറച്ചൊരു തിക്കായിരുന്നു. ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്റർ ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് താഴെ പോയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം ചായക്കും പിന്നെ കുട്ടികൾക്ക് പാലിൻ്റെ ഒപ്പമൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു ഈസി റെസിപ്പിയാണ് കേട്ടോ ഇത്. നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ട്യൂട്ടി ഫ്രൂട്ടി മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതിയല്ല, ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ട്യൂട്ടി ഫ്രൂട്ടി കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ ചേർക്കാം. ബദാമും അതുപോലെ കാഷ്യൂനട്ടൊക്കെ നല്ല തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിൽ മൈദയിലൊന്ന് കുഴച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഓവനില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ബേക്കറിയിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.